കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇന്നലെ കൃത്യമുഹൂർത്ത സമയത്ത് നീ ഏതോ ഒരു സിനിമ ഓഫീസിലായിരുന്നെന്ന് നിന്നെ കണ്ട ഏതോ ഒരാൾ വന്ന് പറഞ്ഞിരുന്നു. മുഹൂർത്ത സമയത്ത് അവിടെയാണെങ്കിൽ അതേ മുഹൂർത്തത്തിന് മണവാട്ടിയുടെ രൂപത്തിൽ ഇവിടെ ഉണ്ടാവാനാവോ ശ്രേയ? എന്നുവെച്ച താലി കെട്ടിയത് നിനക്കല്ലെന്നർത്ഥം, വേറാരോ ഒരാൾക്കാണ്. പാമം കളിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. കുറുക്കി കൊള്ളുന്ന ഉത്തരം തന്നെ പറയണം. അങ്ങനെ വല്ലത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ പറയുന്നതാ നല്ലത്. പിന്നെ എപ്പോഴെങ്കിലും അത് പുറത്തറിഞ്ഞാലേ പ്രശ്നാണ്. തല പലതും തെറിച്ചെന്നിരിക്കും. എന്താ ചേച്ചി ഇത് ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ? ഊർമിളേച്ചി കല്യാണത്തിനില്ലായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നത് ഞാനാണെന്ന് ചേച്ചിക്ക് അറിയില്ലായിരുന്നോ? അത് പിന്നെ തട്ടമിട്ട് ഇരിക്കുമല്ലായിരുന്നോ മോളെ? എങ്ങനെ പിന്നെ അറിയാൻ പറ്റുക? തട്ടിട്ടുണ്ടെങ്കിൽ എന്താ, രൂപവും ഭാവവും ഒക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കണല്ലോ. കാലത്തെ ഞാൻ ശ്രദ്ധിച്ചു. ഇതുപോലെ തട്ടം ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണോന്ന് ചോദിച്ചു. എല്ലാം മനസ്സിലായി. ഞാൻ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണല്ലോ. ഇവിടെ മരുമകളായി കയറി വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അതുകൊണ്ടല്ലേ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നു. ഇത്രയ്ക്ക് തറപ്പിച്ച് പറയണമെങ്കിൽ എനിക്ക് പകരം അവിടെ തട്ടയിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ആരെയോ തയ്യാറാക്കിയിട്ടുണ്ടാവണം. ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചിട്ടും ഉണ്ടായിരിക്കണം. ഇതാ ഇപ്പൊ നന്നായി. കല്യാണ സമയത്ത് നീ ചാടി പോയിട്ട് ആ കുറ്റം ഞങ്ങളുടെ മേലിടാൻ നോക്കുന്നു. ഞാൻ എവിടേക്കും പോയിട്ടില്ല. കല്യാണ പന്തലിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ താലിയേക്കാൾ വലിയ തെളിവ് വേണോ? നിങ്ങൾക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ദേവേട്ടന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്കാം. അയ്യോ വേണ്ട അമ്മേ. ഈ സമയത്ത് അവരെന്തിനു വിളിക്കുന്നത്? ഒരാള് വന്ന് പറഞ്ഞപ്പോ സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചതാ. ഇതിട്ടോ. മുഖാരം കാണിക്കരുത്. അമ്മേ, അമ്മേ, ഓ എന്റെ ഭഗവാനെ, നേരെ മുഖത്ത് തന്നെ നോക്കി ചോദിച്ചു കളഞ്ഞില്ല. എങ്കിൽ ഇവരെന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടാവണം. അച്ഛമ്മ നേരത്തെ ക്ലാസ് തന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ടെൻഷനിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞേനെ. ഈ പൂജയൊക്കെ ഭംഗിയായിട്ട് നടന്ന് ആദ്യ രാത്രിയും കൂടെ ഒന്ന് കഴിഞ്ഞ പിന്നെ എല്ലാം എന്റെ കയ്യിലായിക്കോളും. പിന്നെ ആർക്ക് എന്ത് സംശയം ഉണ്ടായാലെന്താ, പിടി എന്റെ കയ്യിലായല്ലോ. അത് പിന്നെ തിരുമേനി, ഈ സത്യനാരായണ സ്വാമി പൂജ ശരിക്കും എന്തിനു വേണ്ടി നടത്തുന്നത്? ദാമ്പത്യ ജീവിതം നന്നാവാൻ ഭാര്യയും ഭർത്താവും കൂടെ ചെയ്യേണ്ട പൂജയായത്. ഇനി ഒരുപക്ഷെ ഭാര്യ അടുത്തില്ലെന്നിരിക്കട്ടെ, ഭർത്താവ് സ്വന്തം ഭാര്യയുടെ സാരിയോ ബ്ലൗസോ എടുത്ത് വെച്ചുകൊണ്ട് ഭാര്യ അടുത്തുണ്ടെന്നുള്ള സങ്കല്പത്തിൽ തന്നെ പൂജ നടത്തും. അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും അല്ലാതെ മറ്റൊരാളും ഒന്നിച്ച് ഈ പൂജ ചെയ്യാൻ പാടില്ലേ? കുട്ടി എന്താണ് ഉദ്ദേശിക്കണേ? അതായത് ഭാര്യയും ഭർത്താവും അല്ലാത്ത ഒരു പുരുഷനും സ്ത്രീയും ചേർന്ന് ഒരുമിച്ച് ഈ പൂജ ചെയ്യാൻ പാടില്ലെന്നുണ്ടോ തിരുമേനി? അത് അപശകുനമാണ് കുട്ടി.
ചെയ്താല് എന്താ സംഭവിക്കുക തിരുമേനി? ഇതെന്ത് ചോദ്യാ കുട്ടി? ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാ ചെയ്യരുത്. ആഹാ, അങ്ങനെ ചെയ്താല് എന്താ സംഭവിക്കാന്ന് പറയ്. അനിഷ്ടങ്ങളുണ്ടാവും. അയ്യോ ഭഗവാനെ, രണ്ടാളുടെയും ഭാവി തകർന്നു പോകും. അല്ല തിരുമേനി, എന്റെ പരിചയത്തിൽ ഒരാള് കല്യാണം കഴിക്കാതെ ഒരുമിച്ചിരുന്ന് ഈ പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ തിരുമേനി ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അവരിപ്പം പരലോകം പോകിയിട്ടുണ്ടാവും. എന്തു പറയാന്, ഒരു റോഡ് ആക്സിഡന്റില് 2 ദിവസം മുമ്പ് മരിച്ചുപോയി. പിന്നെ പോവില്ലേ? ഭഗവാനോട് കളിക്കാൻ നിന്നാ മരണം നിശ്ചയല്ലേ മോളെ. മാത്രല്ല മരിച്ചാലും മോക്ഷം കിട്ടില്ല. അവരുടെ ആത്മാക്കൾ ഇവിടെ ഇങ്ങനെ അലഞ്ഞടക്കുകയും ചെയ്യും. വിവരമില്ലാണ്ട് ആരെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് വെച്ചാ പറയണേ. ഒന്നുമില്ലെങ്കിലും ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റൂലോ. എന്നാ ശരി മോളെ. ഈശ്വര, മരിച്ചു പോന്നോ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ചേച്ചി, വർക്കൗട്ട് ആവാലോ. ഞാൻ ആരാന്നാ കരുതിയേ? ചന്ദ്രിക. വിശ്വസിക്കൂ, വിജയം നേടൂ. ഞാനൊരു കാര്യം തീരുമാനിച്ചാ അത് നടത്താതെ ഞാൻ അടങ്ങും. ആരോടും പറയാൻ പാടില്ലെന്ന് സത്യം ചെയ്യിപ്പിച്ചിരിക്കല്ലേ. ഒരനക്കം പോലും വൈദേഹി അറിയാതെ തന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നെന്ന് നീ കണ്ടോ? ചേച്ചി അടിപൊളിയാ. നീ വാ. ദേവേട്ടൻ എങ്ങനെ എന്നെ കണ്ട ഞാൻ എന്ത് ചെയ്യും? രക്ഷിക്കണേ രാമ. എന്നെ എന്തിനാ രാമ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇതിനിടയ്ക്ക് ഇവര് രണ്ടുപേരും എവിടെ പോയി? രണ്ടുപേരും കൂടെ ചെന്ന് ഇനി സംഭവിച്ചതെല്ലാം ദേവേട്ടനോട് പറയോ? അയ്യോ, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയിരിക്കായിരുന്നു? ഒരു നിമിഷം നിങ്ങളെ കാണാതായപ്പോ എന്തൊക്കെയാ ഇവിടെ ഒപ്പിച്ചു വെച്ചിരിക്കാന്ന് ഓർത്ത് പേടിച്ചു പോയി. അങ്ങനെ ഒരു ടെൻഷൻസും വേണ്ട വൈദേഹി. ചന്ദ്രിക, വിശ്വസിക്കൂ, വിജയം നേടൂ. ഞാനല്ലേ പറയുന്നേ. വിശ്വസിച്ചവരെ ചതിക്കാറില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രശ്നം ഉണ്ടായ അപ്പ അവിടെ എത്തും. മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ചേച്ചി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചേച്ചിയാണ് എന്റെ പ്രശ്നം. ഞാൻ ഇവിടെ നിന്നാലും പ്രശ്നം. നമുക്ക് ഇവിടുന്ന് പോവാം. എന്ത് പോവാനോ? പൂജക്ക് വന്നിട്ട് ആരും കാണാതെ രക്ഷപ്പെടുന്നത് ശരിയാണ്. ഒരു അക്ഷരം മിണ്ടരുത്. ചേച്ചി വാ, നമുക്ക് പോവാം. വൈദേഹി, മോളെ ഇവിടെ എന്തെടുക്ക? ശ്രേയ ഒരുക്കേണ്ടത് മോളല്ലേ. അങ്ങോട്ട് ചെല്ലു വേഗം. അതാ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ വൈദേഹി, ആരെ എപ്പോ എവിടെയൊക്കെ നിർത്തണമെന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. നീ വേണേ കണ്ടോ. ഇനി നിനക്ക് രക്ഷയില്ല മോളെ. എന്റെ പ്രശ്നം എന്താ ചേച്ചി മനസ്സിലാക്കാത്തെ? ചില നേരത്തെ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ സാഹചര്യങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈദേഹി. നീ വന്നേ. ചേച്ചി, ചേച്ചി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ എന്നെ ഇവിടുന്ന് ചേച്ചി പിടിച്ച് വലിച്ചുകൊണ്ട് പോയാനെ. ഇനി എവിടെ പോവാനടാ? സംഗതി അറിഞ്ഞ് എനിക്കുണ്ടായ ദേഷ്യത്തിന് ഉടനെ തന്നെ ദേവനോട് ചെന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് കരുതിയതാ ഞാൻ. പക്ഷെ ഇവള് ഭീഷണിപ്പെടുത്തി എന്റെ വായ അടച്ചു കളഞ്ഞില്ലേ. ശരിയാ. ചേച്ചിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കിക്കേ. നമ്മളിപ്പോ വൈദേഹിയെ തട്ടുപിടിപ്പിച്ച് അവളെ താലി കെട്ടിപ്പിച്ച പോലെ തന്നെ നമ്മളും തട്ടുപിടിപ്പിച്ച് വൈദേഹിയെ തന്നെ സത്യനാരായണ പൂജയ്ക്ക് കൊണ്ടിരുത്തും. അപ്പൊ കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുകയും ചെയ്യും. ആരും ആരെയും ചതിക്കുന്നില്ല. ഒന്ന് പെട്ടെന്ന് വാ. നടക്കടാ.
റെഡി ആയോടാ ദേവാ? എന്തു ഞാനിവിടെ റെഡിയായി നിൽക്കുക. അല്ലെങ്കിൽ ഇന്ദു എന്റെ ചെവി നുള്ളി പറിക്കില്ലേ? സാമ്പ്രാണിയുടെ സുഗന്ധം, എന്റെ സുഗന്ധം ഇവിടെ എവിടെയോ ഉണ്ട്. ഭഗവാനെ, ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടെ. ഇങ്ങനെയൊക്കെ നടക്കുന്ന എനിക്കറിയായിരുന്നു. അതാ പോവാന്ന് പറഞ്ഞ. അവിടെ നിക്കാൻ പാടില്ലായിരുന്നോ? എന്താ പറ്റുമെന്ന് അറിയാലോ. ചേച്ചിക്ക് ഇതെല്ലാം തമാശയാണോ? എന്നെ പെങ്ങനും കണ്ടിരുന്നെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായേനെ. എനിക്കല്ലേ അതറിയൂ. കഴിവതും ആരും കാണാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി. ആദ്യം നമുക്ക് ശ്രേയനെ ഒരുക്കാം. ശരി, ബാ. വേണ്ട, ചേച്ചി പകത്തേക്ക് വന്ന ശ്രേയയോട് എന്തെങ്കിലും വേണ്ടാത്ത പറയും. അവളും ആകെ ടെൻഷനിലാവും. ഞാൻ ചെന്ന് അവളെ വിളിച്ചോണ്ട് വരാം. നിങ്ങളിവിടെ നിന്നാ മതി. ചെല്ല്. പോയിട്ട് തിരിച്ചു വാ. അല്ലെങ്കിൽ തന്നെ ശ്രേയ ചേച്ചി ഇപ്പോ ചേച്ചിയെക്കാളും ടെൻഷനിലായിരിക്കും അവിടെ ഇരിക്കുന്നത്. ശരി, എന്നാ ആയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിവരം വിളിച്ചു പറയാം. ഓക്കെ. മാധവ, എപ്പോഴാണ് എത്തിയത്? ഞാൻ എത്തിയിട്ട് കുറച്ചു നേരം അയാളിയാ. അച്ഛനും അമ്മയൊക്കെ എന്തേ? അച്ഛനെ പെട്ടെന്ന് അമ്പലത്തിലേക്ക് വിളിച്ചു, അതുകൊണ്ട് വന്നില്ല. ഞാനും ചേച്ചിയാ വന്ന. ചേച്ചിയോ? ഓ, നിന്റെ മൂത്ത ചേച്ചിയല്ലേ? എന്നിട്ട് എവിടെ? ഇതാണോ ചേച്ചി? അയ്യോ, ഞാനല്ല. ഞാൻ ആ ചേച്ചിയുടെ കൂട്ടുകാരിയാ. അവളെ നേരിട്ട് കണ്ടാ ചിലപ്പോ ദേവനൊന്ന് ഞെട്ടിയെന്നിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയൊരു ചേച്ചിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ആളെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അതിരിക്കട്ടെ, ചേച്ചിയുടെ പേരെന്താണെന്നാ പറഞ്ഞേ? പ്രേമായിരുന്നു പോലും. എന്നിട്ട് പേര് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ഇത്രയേറെ പ്രശ്നങ്ങള്. വൈദേഹി. വൈദേഹി നല്ല പേരാണല്ലോ. എന്നിട്ട് നിന്റെ ചേച്ചി എവിടെ? മോളില് ശ്രേച്ചിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുക. ഒരുക്കുവാണല്ലേ? എനിക്കൊന്ന് ചെന്ന് കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടുകാരാ പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഹിന്ദുവാടാ ഇതിലെന്റെ വില്ലത്തി. മാധവ, കല്യാണ പന്തലിൽ കേറിയപ്പോ തൊട്ട് നിന്റെ ചേച്ചി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. 2 വാക്കെങ്കിലും എന്നോടൊന്ന് സംസാരിക്കാൻ പറയടാ. മിണ്ടിയാലാള് പിടിക്കപ്പെട്ടാലോ എന്നുള്ള പേടിയിലായിരിക്കും. അതെ, തട്ടം മാറ്റാൻ പാടില്ല എന്നുള്ളതൊരു ആചാരല്ലേ? അത് ഇവിടെ മാത്രല്ലേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും അങ്ങനെയില്ല. അപ്പൊ സംസാരിച്ചാലും ആചാരം തെറ്റെന്നുള്ള പേടി അവൾക്ക്. ദേവൻ ആ തക്കത്തിന് തട്ടം മാറ്റിയ അവള് പെട്ടുപോവില്ലേ? എല്ലാം മനസ്സിലായിക്കളും. ശരിയാ, പാവത്തിന് ആ പേടിയായിരിക്കും. എന്നാലും ഇതെല്ലാം തട്ടം മാറ്റുന്നവരെയല്ലേ ഉണ്ടാവൂ. അത് കഴിഞ്ഞാലോ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരും. ഭാര്യയും ഭർത്താവും അല്ലാത്തൊരു ഈ പൂജ ഒരുമിച്ച് ചെയ്യാൻ പാടില്ലെന്നാണോ പറയുന്നത്? അത് അപശകനമാണ് കുട്ടി. ഇനി അങ്ങനെ എങ്ങനെ നടന്ന എന്തായിരിക്കും ഉണ്ടാവുക തിരുമേനി? അനിഷ്ടങ്ങളുണ്ടാവും. രണ്ടാളുടെയും ഭാവി തകർന്നു പോകും. താലി കെട്ടിയത് എനിക്കല്ലല്ലോ. അപ്പൊ ഞങ്ങള് ഭാര്യയും ഭർത്താവും അല്ല.
അപ്പൊ ഒന്നിച്ച് പൂജ ചെയ്താൽ എനിക്കും അങ്ങനത്തെ അനിഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? ഇത്രയൊക്കെ ഒപ്പിച്ച് ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വന്നത് പട്ടിയെ പോലെ ചാകാനായിട്ടാണോ? വേണ്ട വേണ്ട, എനിക്ക് മരിക്കാൻ പേടിയാ. ഒന്നും വേണ്ട, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. അതിനെന്തെങ്കിലും ഒരു വഴി കിട്ടിയിരുന്നെങ്കിൽ. ഈശ്വര, ശ്രേയ, നീ എന്താ ഒന്നും മാറാതെ ഇരിക്കുന്നേ? പൂജയ്ക്ക് നല്ലോണം ഒരുങ്ങിയിരിക്കണ്ടേ? ഈ പൂജ വലിയ പ്രശ്നം. എന്റെ ജീവൻ പോകുന്ന അവസ്ഥ ഇപ്പോ. എന്തോർത്തിട്ടാ നീ ഇങ്ങനെ പേടിക്കുന്നത്? വീണ്ടും ഇതിലും പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നമുണ്ട് ചേച്ചി. അതിനൊരു പരിഹാരമുണ്ട്. ചേച്ചി ഒരിക്കൽ കൂടി ഈ വേഷം ഒന്ന് കെട്ടേണ്ടി വരും. എനിക്ക് പകരമായിട്ട് ചേച്ചി വേണം പൂജക്കിരിക്കാൻ. എന്തിനാ ഇപ്പൊ വീണ്ടും സിനിമാക്കാരെങ്കിലും വിളിച്ചോ? ഇനി ഈ സിനിമയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട്? ഇത് സിനിമയുടെ കാര്യമൊന്നുമല്ല. പൂജയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് നേരെ മേലോട്ട് പോകേണ്ടി വരും. ശ്രേയ, അതിനിപ്പോ എന്താണ്ടായേ? ആ തിരുമേനി, എനിക്കറിയാവുന്ന രണ്ടുപേര് കഴിഞ്ഞ മാസം കല്യാണം കഴിക്കാതെ തന്നെ ഈ പൂജ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാനാ. അങ്ങനെയാണെങ്കിൽ അവരിപ്പം പരലോകം പോയിട്ടുണ്ടാവും. എന്ത് പറയാനാ, ഒരു റോഡ് ആക്സിഡന്റില് രണ്ടുപേരും മരിച്ചു പോയിന്നേ. ചേച്ചിയുടെ കഴുത്തിലല്ലേ ദേവേട്ടൻ താലി കെട്ടിയത്. അതുകൊണ്ട് ശാസ്ത്രം അനുസരിച്ച് ചേച്ചി തന്നെയാ ഭാര്യ. അപ്പൊ ചേച്ചി പൂജക്കിരുന്ന എന്റെ ജീവൻ രക്ഷപ്പെടും. ചേച്ചി, എനിക്ക് മരിക്കണ്ട പ്ലീസ്. എനിക്കൊന്നും കേക്കണ്ട, മതിയാ. എനിക്ക് ചെയ്തത് തന്നെ വലിയൊരു തെറ്റാ. വീണ്ടും ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കില്ല. എന്ന് വെച്ചാ ഞാൻ മരിച്ചാലും ചേച്ചിക്ക് കുഴപ്പമില്ല. എന്നോട് ചേച്ചിക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പറയായിരുന്നു? അയ്യോ ശ്രേയെ, പറയുന്നത് കേക്ക്. തട്ടൊട്ടിരിക്കുന്നത് ഞാനാണെന്നറിഞ്ഞ അത് എത്ര വലിയ പ്രശ്നമായി തീരും. നാണക്കേടല്ലേ? എന്റെ ചേച്ചി ആരും ഒന്നും അറിയില്ല. ആദ്യ രാത്രി കഴിയുന്നവരെ ഇവിടെ തട്ടം മാറ്റാൻ സമ്മതിക്കില്ല. സമ്മതിച്ചോ പ്ലീസ് ചേച്ചി? ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ആചാരങ്ങൾ തെറ്റിക്കാൻ ഇവിടെ ഉള്ളവർക്ക് പേടിയാ. നീ എന്ത് പറഞ്ഞാലും കൊള്ളാം. ഇനി എനിക്കിത് പറ്റില്ല. എന്നെ വെറുതെ വിട്ടേക്ക. എന്താ മാധവ, നിന്റെ ചേച്ചിയെ കാണുന്നില്ലല്ലോ. ഇതൊരു വല്ലാത്ത ഒരുക്കലാണല്ലോ. തട്ടൊട്ട് വേഷം കെട്ടി വരാൻ സമ്മതിപ്പിക്കണ്ട അളിയാ. അതിന് കുറച്ച് സമയം വേണം.